താനൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന് മാഷ ക്യാപ്സ്യൂളൊന്നും മതിയാവൂല. ദേശാഭിമാനിയുടെ കയ്യിൽ നിന്നും അതിൽ അത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭയം അവർക്കുണ്ട്. പിന്നെ കേരളം വ്യവസായങ്ങളെ ശവപ്പറമ്പാക്കി ആരാന്നറിയാവോ? CPM മാവൂർ ഗോളിയറൻസ് അടിച്ചുകൂട്ടി ആരാ? അയാളപ്പം കോഴിക്കോട് മത്സരിക്കുന്നത്. കോൺഗ്രസ് അടച്ചുപൂട്ടി ആരാ? സാബുവിനെ അടിച്ചോടിച്ച് ആരാ? എന്നിട്ട് കേരളത്തിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞേ. പിന്നെ വടകര വികസനം ഇല്ലാന്ന് പറയുന്നത് രണ്ടുപേരും പ്രതികരിച്ചല്ലോ. നിങ്ങൾ പ്രഫുല്ലെ വിജയിപ്പിക്കും, വികസനം ഞങ്ങൾ കാണിച്ചു തരാം. പ്രതികരിച്ചില്ലേ? അത് കണ്ടല്ലോ. ഗവർണറെ കൊണ്ട് കേരളത്തിലുള്ള വിഹിതം മുഴുവൻ രണ്ടുപേരും പ്രതികരിച്ചല്ലോ വടകര. എന്നിട്ട് അവർ രണ്ടുപേരും ഇപ്പം പറയാം 60 വർഷത്തിന് വികസനം ഇല്ലാന്ന്. അപ്പൊ രണ്ടുപേരും MP-മാരെ പറഞ്ഞ ഒരു കാര്യമല്ല. BJP-കാരനെ പറഞ്ഞേക്ക് ഇവിടെ MP വെറുതെ ഒച്ച കണ്ടെക്കുന്നേ. PT ഉഷ MP ആക്കി സമയത്ത് എന്തെല്ലാം വികസനം നടന്നു ഈ കേരളത്തിൽ. ഇവിടെ റോഡിലുള്ള അണ്ടർപാസുകളൊക്കെ തന്നെ PT ഉഷ നേടിയെടുത്തതാ. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങള്. അതിലെ പ്രഫുല്ലെ നിങ്ങൾ വിജയിപ്പിക്കും. വികസനം ഞങ്ങൾ വികസനം എന്താന്ന് കാണിച്ചു തരാം. MP-മാരും 10-60 വർഷം പ്രതിനിധീകരിച്ച ആൾക്കാര് 60 വർഷത്തിന് ശേഷം ഈ നാട്ടിലെ ആളുകളെ നോക്കി വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വട്ടപ്പൂച്ച എന്നുള്ളത് മനസ്സിലാക്കണം. വികസനത്തിന്റെ വലിയൊരു 45 കോടി രൂപ കൊടുത്തു. റെയിൽവേ സ്റ്റേഷൻ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു 500 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെന്ന്. ആരാ ഉൾപ്പെടുത്തിയേ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാ. ഒരു ചുക്കും ചുണ്ണാമ്പും പാർലമെന്റിൽ വായ തുറന്നില്ല മുരളി, വായ തുറന്നില്ല. അതുകൊണ്ട് എന്റെ ഇടതു ഭാഗത്തിരിക്കുന്നവർക്കും വലതു ഭാഗത്തിരിക്കുന്ന മുന്നണിക്കാർക്ക് ഒരവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. ഇവർ രണ്ടും അഴിമതിക്കാരാണ്. ഇവർ കൊള്ള സംഘങ്ങളാണെന്ന് മനസ്സിലാക്കാം.